അശ്രദ്ധയും ഏകോപനമില്ലായ്മയും കാരണമാണ് കോട്ടയം ജില്ലയിൽ കാലവർഷക്കെടുതികൾ രൂക്ഷമാകാൻ കാരണമെന്ന് മുൻ മന്ത്രി വി.എൻ. വാസവൻ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേനയും ഒപ്പം മറ്റ് അധികൃതരും കൃത്യമായ മുൻകരുതലുകൾ പാലിച്ചില്ല. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് കൂടുതൽ സഹായം ഒരുക്കണമെന്നും CPM കോട്ടയം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. ഇങ്ങനെ മരണസംഖ്യ എടുക്കുമ്പോൾ ഈ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കാലവർഷക്കെടുതിയുമായി മരണമുണ്ടായത്. ഈ മരണമുണ്ടായതിൽ എടുത്തു പറയുമ്പോഴാകട്ടെ യഥാർത്ഥത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ചെയ്തിരുന്നെങ്കിൽ പൂഞ്ഞാർ തെക്കേക്കര ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധാരണ ഉണ്ടാകുന്നൊരു പ്രദേശമായിരുന്നു. അവിടുത്തെ ആൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ മാറി താമസിക്കാൻ കഴിയുമായിരുന്നു, ആൾനാശം ഒഴിവാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. മാത്രമല്ല പുലർച്ചെ 2:30 മണിക്കുണ്ടായ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഈരാറ്റുപേട്ട ടൗണിൽ ഭയാനകമായ രൂപത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി. 2 നില കെട്ടിടം ഉൾപ്പെടെ മുങ്ങിപ്പോയി. 320ഓളം കടകളിലെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് വന്ന് വൻ നാശനഷ്ടമുണ്ടായ ഒരു സംഭവമാണ് ഈരാറ്റുപേട്ട ടൗൺ.